ദ ജേർണലിസ്റ്റിലേക്ക്. ഗസയെ തീർക്കാനിറങ്ങി ഒടുവിൽ സ്വയം തീരാതിരിക്കാൻ പെടാപ്പാടുപെടുന്ന ഇസ്രായേലിന്റെ അവസ്ഥ അതിഗുരുതരമാകുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേൽ തകർന്നു തുടങ്ങി സമസ്ത മേഖലകളിലുമെന്ന് വ്യക്തമാക്കുന്ന നിരവധി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക പ്രശ്നമാണ്. തുടർച്ചയായ യുദ്ധം, അതായത് ഒരിക്കലും അവസാനിക്കാൻ സാധ്യതയില്ല എന്നിപ്പോൾ ഇസ്രായേൽ തന്നെ കരുതുന്ന ഏതാണ്ട് 2.5 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം. ഇത്രയൊന്നും നാൾ ഈ യുദ്ധം നീണ്ടുപോകുമെന്ന് ഇസ്രായേൽ സൈന്യം പോലും ഒരിക്കലും കരുതിയിരുന്നില്ല. കാരണം എല്ലായിടത്തും വിജയിച്ചു മാത്രം ശീലമുള്ളവരാണ് അവർ. പക്ഷെ കരയുദ്ധത്തിലേക്ക് പോയപ്പോൾ നിലം തൊടാൻ കഴിയുന്നില്ല എന്നും ഞങ്ങൾ വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ യുദ്ധം അനന്തമായി നീണ്ടുപോകുന്നത്. ഈ യുദ്ധ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന പലർക്കും കൃത്യമായി ഓർമ്മയുണ്ടാകും, ദാ ഇപ്പോ ഗസയെ തീർത്ത് കളയും, ഇപ്പോ ഹമാസിനെ ചുട്ടരിക്കും, ഇപ്പോ ബന്ദികളെ പിടിച്ചുകൊണ്ടുവരുമെന്ന മട്ടിലായിരുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനം നടത്തി ആദ്യം കടുത്ത വ്യോമാക്രമണം നടത്തി സാധാരണക്കാരെ മുഴുവൻ കൊന്നു തുടങ്ങിയപ്പോൾ ലോകം മുഴുവൻ വിചാരിച്ചത് ഇപ്പോ ഇസ്രായേൽ ഹമാസിന്റെ അന്ത്യം കാണുമെന്നായിരുന്നു. ഹമാസിന്റെ തുരങ്കങ്ങൾ ഒന്നൊന്നായി കീഴടക്കി ആ തുരങ്കങ്ങൾക്കുള്ളിൽ നിന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം ജീവനോടെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ സംഭവിച്ചത് അകത്തേക്ക് പോയ ഇസ്രായേൽ സൈനികർ പെട്ടിയിലായി തിരിച്ചു വരുന്നതാണ്. അതുപോലെ തന്നെ കരയുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ സൈന്യം വീണ്ടും പറഞ്ഞു, നെതന്യാഹു വീണ്ടും പറഞ്ഞു, ദാ ഇപ്പോ ഹമാസ് തീരും, ദാ ഇപ്പോ തുരങ്കങ്ങൾ മുഴുവൻ തകരുമെന്ന്. ഇതിന് തകർന്നത് മുഴുവൻ മെർക്കാവ ടാങ്കുകളും ഇസ്രായേൽ സൈനികരുടെ ആയുധപ്പുരകളും സൈനിക വാഹനങ്ങളും ഒക്കെയായിരുന്നു. ഇസ്രായേൽ സൈനിക വാഹനങ്ങളിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ യുദ്ധോപകരണങ്ങൾ ഹമാസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് ടാങ്കുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിനെതിരെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുദിനം ചെല്ലും തോറും യുദ്ധം ശക്തമാവുകയും ഈ യുദ്ധ സാമഗ്രികളും യുദ്ധത്തിന് വേണ്ടിയുള്ള പണവും ഖജനാവിൽ നിന്ന് തുടർച്ചയായി ഒഴുകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നതോടുകൂടി സാമ്പത്തിക പ്രതിസന്ധി ഇസ്രായേലിൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് സൈനികർക്കിടയിൽ ഉണ്ടായിട്ടുള്ളതാണ്. സൈനികർക്കിടയിൽ മാനസികമായി വലിയ തോതിലുള്ള വിഷമം, അല്ലെങ്കിൽ സ്ഥിരതയില്ലായ്മ, നിരാശ, വിഷാദ രോഗത്തിന് സമാനമായ അവസ്ഥയൊക്കെ ഉടലെടുക്കുന്നുണ്ട്. ഭീതി അടക്കമുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട്. അതിൽ തന്നെ പറയുന്നത് കൗൺസിലർമാരുടെയും മാനസിക രോഗ വിദഗ്ധരുടെയും സേവനം തേടുന്ന യുദ്ധമുഖത്തെ സൈനികരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു എന്നുള്ളതാണ്. അതായത് സൈനികർക്ക് ഹമാസിനെ കീഴടക്കാൻ കഴിയുന്നില്ല, ഇപ്പൊ പിടിക്കാം, ഇപ്പൊ തീർക്കാമെന്ന് ആവേശത്തോടു കൂടി പോയവരാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കിട്ടുന്നത് മുഴുവൻ തിരിച്ചടിയാണ്. സ്വാഭാവികമായും ഞങ്ങളുടെ ശക്തി വളരെ കുറഞ്ഞതാണ് എന്ന യാഥാർത്ഥ്യ ബോധം ഇവരിലെ മനസ്സിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന ചാഞ്ചാട്ടം, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു വിഭ്രമം, അത് വളരെ വലുതായിരിക്കും എന്നാണ് ഇപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ, ഇത്തരം റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം. അതുപോലെ തന്നെ കാഴ്ചശക്തി കുറയുന്ന അസുഖങ്ങൾ ഉൾപ്പെടെ വയറിളക്ക രോഗങ്ങൾ, ഡയപ്പർ കെട്ടുന്ന അസുഖം, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ ഇസ്രായേലി ഡയപ്പർ ഫോഴ്സ് എന്ന് ലോകത്ത് പലരും കളിയാക്കി വിളിച്ചു തുടങ്ങി. അതൊക്കെ ആ സൈന്യത്തിനുണ്ടാക്കുന്ന നാണക്കേട്, അവമതിപ്പ്, അത് വളരെ വലുതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേൽ സൈന്യത്തിന് വലിയ തോതിലുള്ള ഒരു ആഘാതം ഈ യുദ്ധം കൊണ്ടുണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ 5 വ്യോമാക്രമണം നടത്തി ട്രൂസ് ഡീലും ഒപ്പുവെച്ച് കൈകൊടുത്ത് പിരിഞ്ഞിരുന്നെങ്കിൽ ഇസ്രായേലിന് പറയാമായിരുന്നു, ഞങ്ങൾ ഹമാസിനെ വിറപ്പിച്ചു, അവരൊടുവിൽ ഞങ്ങൾ ബന്ദികളെ വിട്ടു തന്നു എന്ന്. ഇതിപ്പോ ഹമാസ് വിറച്ചതുമില്ല, വിറയ്ക്കുന്നതും ഭയക്കുന്നതും ഓടുന്നതും ഇസ്രായേൽ സൈനികരാണ്. ധൈര്യമെന്ന് പറഞ്ഞ് ഇസ്രായേൽ കാണിക്കുന്നത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നു തള്ളുന്ന ഭീരുത്വമാണ്. മൊസാദ് ആണെങ്കിൽ തെക്ക് വടക്ക് ഓടുകയാണ്. മൊസാദ് തലവൻ പോയിട്ട് ചർച്ച നടത്തിയിട്ട് കുറേ ദിവസമായി, ഇതുവരെ വെടിനിർത്തലിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല, ബന്ദികളെ വീട്ടുകിട്ടാൻ സാധിച്ചിട്ടില്ല. വെടിനിർത്തൽ എന്നല്ല ഇസ്രായേലിന്റെ ആവശ്യം, മറിച്ച് ബന്ദികളെ മുഴുവൻ എത്രയും പെട്ടെന്ന് സ്വന്തം നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഒരു തീരുമാനവും കണ്ടെത്താൻ ഇതുവരെ മൊസാദിന്റെ തലവൻ നേരിട്ട് ഇറങ്ങിയിട്ട് പോലും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ബന്ദികൾ എവിടെയാണ് ഉള്ളത് എന്ന് സ്കെച്ച് ചെയ്യാൻ കഴിയണം, അതും സാധിച്ചിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭൂലോക തോൽവി എന്ന് ലോകം വിലയിരുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. 3, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. ഓരോ ദിവസം കഴിയും തോറും ലോകത്ത് നിന്ന് പ്രതിഷേധം ഇസ്രായേലിനെതിരെ ശക്തമാവുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തെ നമ്പർ 1 സംഭവമാണ് എന്നുള്ള ധാരണയൊക്കെ പോയിരിക്കുന്നു. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സിവിലിയൻസിനെയും കൊന്നു തള്ളുന്ന ക്രൂരനായ ഭരണാധികാരിയാണ് നെതന്യാഹു എന്നും മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം തന്നെ അവസാനിപ്പിച്ച് പലസ്തീന് ഐക്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. 4ാമത്തെ തിരിച്ചടി എന്ന് പറയുന്നത് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായൊരു വലിയ തിരിച്ചടിയാണ്.
അതായത് ഈ ലോകത്തെ വിറപ്പിക്കാൻ ശക്തിയുള്ള കേന്ദ്രമാണ് ഇസ്രായേൽ എന്നാണ് ഇത്രയും നാൾ എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഒറ്റയടിക്ക് അത് തിരുത്തിക്കുറിച്ച് ഹൂത്തികൾ ചരിത്ര നീക്കം നടത്തി കഴിഞ്ഞു. അതായത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇസ്രായേലിന് കിട്ടാത്ത വലിയ തിരിച്ചടി ഹൂത്തികൾ ഒരു ഒറ്റ ഇടപെടലിലൂടെ ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റി. അന്താരാഷ്ട്ര തലത്തിൽ വിലക്കയറ്റം രൂക്ഷമാണ്. ഈ എണ്ണ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളുമായി, ഇന്ധനം ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളുമായി ഈ യുദ്ധമൊക്കെ ചെയ്യേണ്ടതിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അടക്കം ഇസ്രായേലിലേക്ക് വരാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഹൂത്തികൾ. ഹൂത്തികളെ തളയ്ക്കാനായി അമേരിക്ക വലിയ സേനാ സെറ്റപ്പ് ഒക്കെ പ്രഖ്യാപിച്ചു. ബഹുരാഷ്ട്ര സേനാ മുഖം തുറക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരൊറ്റ രാജ്യങ്ങളും ഹൂത്തികളെ ഭയന്ന വഴിക്ക് പോയിട്ടില്ല. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഹൂത്തികളെ ഒന്ന് തൊടാൻ പോലും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൂത്തികൾ സൃഷ്ടിക്കുന്ന ഒരു സമ്മർദ്ദം അതിനെ അതിജീവിക്കാൻ ഇസ്രായേലിനും സാധിച്ചിട്ടില്ല. ഇസ്രായേൽ ഇപ്പോഴും ഹമാസിന്റെ ആരെയും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ വട്ടം കറങ്ങുകയാണ്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ രംഗത്ത് വരുമ്പോൾ ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഹമാസ് രംഗത്ത് വരികയാണ്. അതായത് ഹമാസിനൊപ്പം ശക്തമായി എന്തിനും തയ്യാറായ ഒരു വലിയ ബറ്റാലിയൻ നിൽക്കുകയാണ്. ഇറാന്റെ ബാക്കപ്പും ഉണ്ട്. ഇസ്രായേലിന് എന്താ സംഭവിക്കുന്നത്? അമേരിക്ക ആദ്യം കൊടുത്ത ബാക്കപ്പിൽ നിന്നൊക്കെ അവർ പിന്മാറി. ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ അമേരിക്ക ഈ പറയുന്ന വെടിനിർത്തൽ പ്രമേയത്തെ വീറ്റോ ചെയ്ത് കളഞ്ഞുവെങ്കിലും ഇപ്പോഴും അമേരിക്ക ഭിന്ന അഭിപ്രായത്തിലാണ്. പൂർണ്ണമായും ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുന്ന സാഹചര്യമൊന്നുമില്ല. അത് മാത്രമല്ല, നെതന്യാഹു ഇപ്രാവശ്യം പ്രധാനമന്ത്രിയാകില്ല എന്നും അടുത്തതാരാണ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് പോലും അമേരിക്കയിൽ ചർച്ചകൾ നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നയത്തെ പിന്തുണച്ചു കഴിഞ്ഞാൽ വലിയ പാരയാകും അത് ജോ ബൈഡന്റെ ഭരണ തുടർച്ചയെ പോലും ബാധിക്കുമെന്ന ഭീതി അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുള്ള പൂർണ്ണ പിന്തുണയൊന്നും അമേരിക്ക ഇപ്പോൾ നൽകുന്നില്ല. പക്ഷെ ഇപ്പുറത്ത് എന്താണ്? ഹമാസും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂത്തികളും ഇറാനും ഒക്കെ ഒറ്റക്കെട്ടായി എപ്പോഴാണോ ആ തുടങ്ങിയ സമയത്ത് എങ്ങനെയാണോ അതേപോലെ നിൽക്കുന്നു, കുറെ കൂടി കരുത്താർജിക്കുന്നു. അടുത്ത പ്രതിസന്ധി ഇസ്രായേലിനുള്ളത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഹിസ്ബുള്ള നടത്തുന്ന തുടർച്ചയായ ആക്രമണമാണ്. ഇന്നലെയും ഇസ്രായേലിന്റെ 3-4 സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഈ യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് 1000-ഓളം ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അവകാശപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഹിസ്ബുള്ളയെയും ലെബനനെയും ഒക്കെ ഞങ്ങൾ തീർത്ത് കളയും, ഞങ്ങൾക്കെതിരെ ആര് വന്നാലും ഞങ്ങൾ അവസാനിപ്പിച്ച് കളയുമെന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഹിസ്ബുള്ള തൊട്ടപ്പുറത്തിരുന്ന് വെല്ലുവിളിക്കുകയാണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് 1000 പണി നടന്നിട്ടുണ്ട്, ഈ സിറ്റുവേഷൻ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും പണിയും, അത് കുറെ കൂടി ശക്തമായിരിക്കുമെന്ന് ഹിസ്ബുള്ള പറയുകയാണ്. നോക്കണേ, ഇസ്രായേലിന് ആർക്കാണ് പേടി? ഒരു പേടിയുമില്ല എന്ന മട്ടിലാണ് ഹിസ്ബുള്ള നിലപാട് സ്വീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, നോർത്തേൺ ഇസ്രായേലിലേക്കാണ് ഹിസ്ബുള്ളയുടെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നത്. ആ നോർത്തേൺ ഇസ്രായേലിലെ സൈനിക പോസ്റ്റുകൾ, സൈനിക ബാരക്കുകൾ, അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് പോലും ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് IDF സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ട് തിരികെ അവിടേക്ക് വിടാൻ ഇസ്രായേൽ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. അതും ഇസ്രായേൽ വലിയ ചർച്ചാ വിഷയമാണ്. എന്ത് സുരക്ഷയാണ് ഈ ഭരണകൂടം ഞങ്ങൾക്ക് നൽകുന്നത് എന്ന് ചോദിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. ഞങ്ങൾക്ക് എന്നാണ് ഞങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ കഴിയുക എന്ന് ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ ചോദിക്കുന്നു. ഒരു വശത്ത് ഗസയെ തകർക്കാൻ ഓടി നടക്കുന്നവരാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഹിസ്ബുള്ളയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഭയപ്പെട്ടുകൊണ്ട് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ബന്ദികളെ ഇതുവരെ വീണ്ടും കിട്ടിയിട്ടില്ല. ബന്ദികളെ കിട്ടാത്തതിനെതിരെ ഇസ്രായേലിലെമ്പാടും ഇപ്പോഴും പ്രക്ഷോഭം തുടരുകയാണ്. ബന്ദികളുടെ ബന്ധുക്കൾക്കൊപ്പം ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിക്കൊണ്ട് തലസ്ഥാനമായ ടെല്ലവീവിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുന്നതിന്റെ ക്ലിപ്പിങ്ങുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതും വലിയ പ്രതിസന്ധിയായി ഇസ്രായേലിന്റെ തകർച്ചയുടെ ഭാഗമായി തന്നെ വരികയാണ്. അതുപോലെ തന്നെ ഹൂത്തികൾ ഈ കപ്പലിടപാടുകൾ നടത്താനാകാത്തതോടുകൂടി ഇസ്രായേലിലേക്കുള്ള ഇമ്പോർട്ട് കുറയുന്നുണ്ട്. അവിടെ ഒരു ക്ഷാമത്തിന് പോലും സാധ്യതയുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. കാരണം ഈ ചെങ്കടലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് പോയാൽ ഇരട്ടിയോളം സമയവും ഇരട്ടിയോളം സാമ്പത്തിക നഷ്ടവും ഒക്കെ ഈ കപ്പലുകൾക്ക് എത്തുന്നതിന് വേണ്ടി ഉണ്ടാകും. പല കപ്പലുകളും അതിനുപോലും തയ്യാറാകുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ക്ഷാമവും വിലക്കയറ്റവും ഒക്കെ ഇസ്രായേലിനെ ബാധിക്കാൻ വേണ്ടി പോകുന്നു എന്ന ഗുരുതരമായ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇതൊക്കെ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന്റെ കൊടും ക്രൂരതകൾ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ അറബ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് അൽ ജസീറ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ പറയുന്നത് ശവക്കോട്ടകൾ, മൃതദേഹങ്ങൾ പോലും ബുൾഡോസറുകൾ വെച്ച് ക്രഷ് ചെയ്യുകയാണ്.
അതായത് മൃതദേഹങ്ങൾ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ, പള്ളികളോട് ചേർന്നുള്ള ഖബർസ്ഥാനുകൾ, ഇതിനൊക്കെ മുകളിലൂടെ ബുൾഡോസറുകൾ ഓടിച്ചു കയറ്റി ഈ മൃതദേഹങ്ങൾ പോലും അരച്ചരച്ച് വികൃതമാക്കുന്ന വികലമായ നടപടികളാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. അതായത് മൃതദേഹത്തോട് പോലും ക്രൂരത കാണിക്കുന്ന വൃത്തികേടുകളാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ പിന്തുണയ്ക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. ഇത് തന്നെയാണ് ഇസ്രായേലിന് പിന്തുണ കുറഞ്ഞു വരുന്നതിന്റെ കാരണം. ഒറ്റപ്പെടുകയാണ്, സാമ്പത്തിക നഷ്ടം കൂടുകയാണ്, കടക്കടിയിലേക്ക് പോയേക്കാം, ക്ഷാമം വരാൻ പോവുകയാണ്, സൈനികർ ഡയപ്പർ കെട്ടുന്ന അവസ്ഥയാണ്. അങ്ങനെ സകല മേഖലയിലും പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹമാസിനെ പിടിച്ചെടുക്കും, ഗസ പിടിച്ചെടുക്കും, ഹമാസിനെ തീർക്കും, ബന്ദികളെ പിടിച്ചെടുക്കും, ഇതൊന്നും നടന്നിട്ടില്ല. എന്നിട്ടും ഇവർ പറയുന്നു അതിന് യുദ്ധം എന്ന് പേരിട്ട് വിളിക്കുന്നു. ഹിസ്ബുള്ളയും ഹമാസും അതുപോലെ തന്നെ ഹൂത്തികളും ഇറാനും ഒക്കെ ഒന്നിച്ച് പല സൈഡിൽ നിന്ന് വട്ടം ചുറ്റി അടിക്കുകയാണ്. അതിനെതിരെ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല. കരയുദ്ധത്തിൽ പോലും ഒരു മേൽക്കൈ ഇസ്രായേൽ അവകാശപ്പെടുന്നില്ല. ഓരോ ദിവസവും പെട്ടികളിൽ കയറി പോവുകയാണ് IDF-ന്റെ ആളുകൾ. എന്നിട്ടും വ്യോമാക്രമണം എന്ന ഭീരുത്വം കാണിച്ചിട്ട് 20,000-ലധികം ആളുകളെ കൊന്നിട്ട് അതിൽ 9,000-ഓളം പേർ കുട്ടികളാണെന്ന് നടുക്കുന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിഞ്ഞു നിൽക്കുമ്പോൾ ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ യുദ്ധം ജയിച്ചു, ഇതാണ് യുദ്ധമെന്ന്. പോയി പണി നോക്കണടാ എന്ന് മാത്രമാണ് ഇതിന് മറുപടി പറയാനുള്ളത്. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്ന തത്വശാസ്ത്രം ഇസ്രായേലിന്റെ കാര്യത്തിലും ആരംഭിച്ചു തുടങ്ങി എന്നതിൻ്റെ തെളിവായി ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പോരാതെ അന്താരാഷ്ട്ര മാധ്യമമായ CNN പോലും ഇസ്രായേൽ തകർന്നു തുടങ്ങി, ഹമാസിന് വലിയ പിന്തുണ കൂടുന്നു തുടങ്ങിയ വിവരങ്ങളും ഇതോടനുബന്ധമായി പറയുന്നുണ്ട്. ഇതെല്ലാം ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്, സംശയമില്ല.